എന്താണ് ഇത്? ബട്ട് സല്യൂട്ട് സർ. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാറേ ഞാൻ നോ എക്സ്പ്ലനേഷൻ. സാർ സാർ ബാലേന്ദ്രൻ എവിടെ? റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകത്തില്ല അയാളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. ശരൺ, എടോ മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ. സർക്കിൾ അദ്ദേഹം വിവരമാണ് സാർ പറയുന്നത്. സാർ ഞാൻ സാർ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ എടോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം, എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ. എടോ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി. എടോ അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോരൊഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലുകൾ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, ആ. പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുങ്ങി തിന്നാനായി അയ്യോ. 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ സസ്പെൻഡ് ചെയ്യും.